ഹലോ നമസ്കാരം റോസൂസ് ടേസ്റ്റിയോസിലേക്ക് സ്വാഗതം. ഇന്നൊരു കിഡിലൻ ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ വെജിറ്റബിൾ ചോപ്പർ വീട്ടിൽ ഉപയോഗിക്കാത്തവരായിട്ട് വളരെ റയറായിരിക്കും ആളുകൾ. എല്ലാവരുടെയും വീട്ടിൽ തന്നെ ഇതുള്ള സാധനമാണ്. അപ്പം നമ്മൾ സാധാരണ വെജിറ്റബിൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇതിങ്ങനെ തുറന്ന് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്ത് ഇതേപോലൊരു ബ്ലേഡ് ഉണ്ടാവും. അതിങ്ങനെ ലൂസായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. നമുക്കിങ്ങനെ എടുക്കും. അതുപോലെ തന്നെ അത് കഴിഞ്ഞ് വാഷ് ചെയ്തതിന് ശേഷം രണ്ടാമത് വയ്ക്കാം. ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇതേപോലൊരു റബ്ബറുണ്ട്. ആ റബ്ബർ അവിടെ വെച്ചിരിക്കുന്നത് നമ്മളിത് ചെയ്യുമ്പോൾ ചോപ്പ് ചെയ്യുന്ന സമയത്ത് ഇത് തെന്നി മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ളത് കേട്ടോ. ഇതേപോലെ അടച്ച് വെച്ചതിന് ശേഷം ഇതിൻ്റെ അകത്ത് വെജിറ്റബിൾസൊക്കെ എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിലും ഇടാം. സാധാരണ ഞാൻ ഉള്ളിയൊക്കെ അരിയാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും ചെയ്യുന്നത് കേട്ടോ. സവോള ചെറുതായിട്ട് ചോപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ ചോപ്പർ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഇതറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഇതെന്താണ് എങ്ങനെയാണ് വെജിറ്റബിൾ ഇതിനകത്ത് നിന്ന് ചോപ്പ് ചെയ്യണം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ യഥാർത്ഥത്തിൽ നമ്മുടെ ടിപ്പ് ഇതല്ല, വെജിറ്റബിൾ ചോപ്പ് ചെയ്യുന്ന ഒരു ടിപ്പല്ല. അതെന്താണെന്ന് ഞാൻ പുറകെ പറയാം. അപ്പം ഇതെങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഒരു പകുതി സവോളയും ഒരു ഇച്ചിരി കുക്കുംബറും 2 പച്ചമുളകും ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പം ഇത് കണ്ടില്ലേ, ആ ഒരു സാധനത്തേക്കാണ് നമ്മൾ ഇറക്കി വെക്കുന്നത്. എന്നിട്ട് ഒന്ന് ക്ലോസ് ചെയ്യുക. ഒന്ന് ലോക്കാവും നമ്മൾ ക്ലോസ് ചെയ്യുമ്പോഴത്തേക്ക്. എന്നിട്ട് ഇതേപോലെ വലിച്ചാൽ മതി കേട്ടോ. നന്നായിട്ട് ഇങ്ങനെ വലിച്ചെടുക്കുക. ഇതിപ്പോൾ ഞാൻ വീഡിയോയ്ക്ക് സ്പീഡ് കൂട്ടിയതുകൊണ്ടാണ് അത്രയും സ്പീഡിൽ തോന്നുന്നത്. ഞാൻ അത്രയും സ്പീഡിൽ വലിച്ചിട്ടില്ല കേട്ടോ. എന്നിട്ട് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കുക. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് ചോപ്പായാലും കുഴപ്പമില്ല. ഇതിപ്പോൾ ഞാൻ സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പം ഞാൻ 1-2 തവണ കൂടെ ഒന്ന് നന്നായിട്ട് ഇതേപോലെ വലിച്ചെടുക്കുന്നുണ്ട്. അപ്പം നല്ല ചെറുതായിട്ട് ഇങ്ങനെ കുനുകുനാന്ന് നമ്മൾ അരിഞ്ഞെടുക്കത്തില്ലേ, അതേപോലെ വരും. അപ്പോൾ എന്നെപ്പോലെയുള്ള മടിച്ചുകളൊക്കെയുള്ള വീടുകളിൽ ഓൾമോസ്റ്റ് ഇത് ഉണ്ടാവും. ഇതില്ലാത്തവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിച്ചോളൂ കേട്ടോ. ഭയങ്കര എളുപ്പമാണ്. നമുക്ക് പണിയൊക്കെ പെട്ടെന്ന് കഴിയും നമ്മുടെ വീട്ടിൽ ഇതേപോലെ അരിയുന്ന പരിപാടികളൊക്കെ. അല്ലെങ്കിൽ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ അരിയാനായിട്ട് ഒരുപാട് സമയം എടുക്കുമല്ലോ. അപ്പോൾ ഇത് ഇല്ലാത്തവർ വാങ്ങിച്ചോളൂ. ആമസോണിൽ അവൈലബിൾ ആണ്. 390 അങ്ങനെ എന്തോ ഉള്ളൂ റേറ്റ് ഇതിന്. 1 ഇയർ മുന്നേ ഞാൻ വാങ്ങിച്ചപ്പോൾ അതായിരുന്നു റേറ്റ്. പിന്നെ ഇതിൻ്റെ യഥാർത്ഥ ടിപ്പ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ സാധനത്തിൽ നമുക്ക് വെജിറ്റബിൾ മാത്രമല്ല ചോപ്പ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിപ്പം ഒരു അടിപൊളി ടിപ്പാണ്. ഇതിൽ ഞാൻ വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ കേക്കിന് വേണ്ടിയിട്ട് ഐസിങ് ചെയ്യാനായിട്ടുള്ള വിപ്പിംഗ് ക്രീം. സാധാരണ നമ്മൾ ബീറ്റർ ഉപയോഗിച്ചിട്ടൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ യൂട്യൂബിൽ ഒത്തിരി വീഡിയോസ് ഉണ്ട് നമ്മുടെ മിക്സി ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത്. അപ്പോൾ മിക്സിയിലും ചെയ്യാം. അതേപോലെ ബീറ്റർ ഇല്ലാതെ നമുക്ക് ഇതേപോലൊരു വെജിറ്റബിൾ ചോപ്പർ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ചോപ്പർ നമ്മളൊന്ന് ഫ്രീസറിൽ വെച്ചിട്ട് ഒരു 1 മണിക്കൂർ തണുപ്പിച്ചതിന് ശേഷം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇതിപ്പോൾ ഒരു 10 മിനിറ്റ് ബീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ശരിയാവും. ഇതിപ്പോൾ ഞാൻ ഏകദേശം ഒരു 5-6 മിനിറ്റ് ആയിട്ടുണ്ട്. ആ സമയത്ത് കണ്ടില്ലേ, സാധാരണ നമ്മൾ എങ്ങനെയാണോ ഇട്ടത് ആ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാനത് എടുത്ത് കാണിച്ചു തന്നത്. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു 3-4 സെക്കൻഡിൻ്റെ വ്യത്യാസത്തിലാണ് നമുക്ക് ആ ഒരു ഇത് മനസ്സിലാവുന്നത്. നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കൈ ഒന്ന് ടൈറ്റ് ആവും. അതായത് നമുക്ക് കൈ ചെറുതായിട്ട് വേദനിക്കും. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ സാധാരണ ബീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അല്പം പഞ്ചസാര ചേർത്ത് കൊടുക്കാറുണ്ട്. അതേപോലെ പഞ്ചസാര ഞാൻ പൊടിച്ച പഞ്ചസാര ഒരു 3 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുകയാണ്. അപ്പം ബീറ്റ് ചെയ്യുന്ന സമയത്ത്, അതായത് നമ്മുടെ ഇങ്ങനെ വലിക്കുന്ന സമയത്ത് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് അങ്ങനെ വലിക്കാനായിട്ടൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടും. ഇവിടെ കൈ കുറച്ച് വേദനിക്കാൻ തുടങ്ങും കേട്ടോ. അതായത് ഇങ്ങനെ കൈ കഴിക്കുന്ന പോലെ തോന്നും. അതായത് ഇത് ഏകദേശം ബീറ്റായി വരുന്നുണ്ടെന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഏകദേശം ഞാനൊരു 10 മിനിറ്റോളം ബീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നോക്കുക, ആ കൺസിസ്റ്റൻസി നോക്കിക്കേ, വളരെ വ്യത്യാസം വന്നായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ ഒന്നുകൂടെ ഇങ്ങനെ എടുത്ത് കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതേപോലെ ആയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ബീറ്റ് ചെയ്തിരിക്കുന്നത് കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ വരും. ഒട്ടും തന്നെ ഇപ്പോൾ നമ്മൾ കമഴ്ത്തി പിടിച്ചു കഴിഞ്ഞാലും താഴേക്ക് പോകാത്ത ഒരവസ്ഥയിലേക്ക് തന്നെ വരും. അപ്പോൾ ഈ ഒരു ചോപ്പർ, നമ്മുടെ വെജിറ്റബിൾ ചോപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കറണ്ട് പോലും വേണ്ട. കറണ്ട് ഇല്ലെങ്കിൽ പോലും ഇപ്പോൾ മിക്സിയിൽ ചെയ്യാനാണെന്നുണ്ടെങ്കിലും ഹാൻഡ് ബീറ്ററിൽ ചെയ്യാനാണെങ്കിലും നമുക്ക് കറണ്ട് ഇല്ലെന്നുണ്ടെങ്കിൽ പറ്റില്ല. ഇപ്പം ഈ ഒരു വെജിറ്റബിൾ ചോപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഐസിങ് ചെയ്തെടുക്കാം. ഞാൻ വലിയ ബേക്കേഴ്സിനെ ഉദ്ദേശിച്ച് പറയുന്നതല്ല കേട്ടോ. എന്നെപ്പോലെയുള്ള സാധാരണ കേക്ക് വീട്ടിലുണ്ടാക്കുന്ന, നമ്മുടെ ആവശ്യത്തിന് വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇതിപ്പോൾ കണ്ടില്ലേ, ഞാൻ തിരിച്ചു പിടിച്ചിട്ടും ഇത് പോകുന്നില്ല. അതായത് നമ്മൾ
ബീറ്റ് ചെയ്തെടുക്കുന്ന പോലെ തന്നെ. പിന്നെ നമ്മൾ ഹാൻഡ് ബീറ്ററിൽ ചെയ്യുന്ന അത്രയും ഒരു ഇതുണ്ടാവുമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ എന്നാലും നല്ല സൂപ്പർബായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു കിഡിലൻ ടിപ്പ് എല്ലാവരും പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ പെട്ടെന്ന് കാണാം. താങ്ക്